ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രഭാത സമയം ദൈവാത്മാ നമ്മോട് സംസാരിക്കുന്ന വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു, അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിക്കുന്നത് ജോലി കൂടുതലായതുകൊണ്ടല്ല, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന തെറ്റായ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഭയം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, ശുശ്രൂഷയുടെ ഭാരങ്ങൾ, ഇവയെല്ലാം ചുമന്നുകൊണ്ട് നാം നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആത്മാവ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നീ പ്രഭാത സമയം ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിന്നോട് അത്ഭുതം ചെയ്യാൻ പറഞ്ഞു, അതോ എന്നെ വിശ്വസിക്കാനാണോ പറഞ്ഞത്? ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ കേൾക്കുവാൻ വേണ്ടി 5000-ൽ പരം ആളുകൾ അവിടെ കൂടിയിരുന്നു. അവിടെ ഏകദേശം സമയം വൈകി, വിശപ്പ് എല്ലാവരിലേക്കും വർദ്ധിച്ചു വന്നു. ശിഷ്യന്മാർ അവിടെ സത്യം പറഞ്ഞാൽ പരിഹാരം അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ ചിന്ത മുഴുവൻ കണക്കുകൂട്ടലായിരുന്നു. ഇത്രയും ആളുകൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? അവർ ജനക്കൂട്ടത്തേക്ക് നോക്കി, പക്ഷെ ആ സമയം യേശു ഉന്നതങ്ങളിലേക്ക് നോക്കി. ശിഷ്യന്മാർ അവിടെ കുറവുകളെ എണ്ണി തുടങ്ങി. യേശു അവരുടെ കയ്യിലുള്ളത് നോക്കി. അവരുടെ കാഴ്ചയിൽ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ വലുതായിരുന്നു, എന്നാൽ യേശുവിന്റെ കാഴ്ചയിൽ വിശ്വാസം മാത്രം മതിയായിരുന്നു. ഏറ്റവും അവസാനം ഒരു ബാലൻ മുന്നോട്ട് വന്നു. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 5 അപ്പവും 2 മീനും മാത്രമായിരുന്നു. എന്നാൽ അത് 5000-ങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ ഒന്നുമല്ലായിരുന്നു. പക്ഷേ അത് യേശുവിന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ അത് ചരിത്രമായി മാറി. യേശു 5 അപ്പവും 2 മീനും കൈകളിലെടുത്തു, സ്തോത്രം ചെയ്തു, വാഴ്ത്തി വിതരണം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും വിശപ്പ് മാറി. അവിടെ ജനം അത്ഭുതം കണ്ടു. ഈ സംഭവത്തിൽ നിന്ന് നമുക്കൊരു വലിയൊരു ആത്മീയ സത്യം വെളിപ്പെട്ടി ഇന്ന് പരിശുദ്ധാത്മാവ് തരികയാണ്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചില്ല, നിങ്ങൾക്ക് മതിയാകുന്നത്ര അപ്പം ഉണ്ടാക്കാൻ കഴിയുമോ? അവൻ ചോദിച്ചത് ഇത്ര മാത്രം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? കാരണം ദൈവം ഒരിക്കലും നമ്മുടെ കുറവിൽ പ്രവർത്തിക്കുന്നതിനല്ല, നമ്മുടെ സമർപ്പണത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, മോശയുടെ കയ്യിൽ ഒരു മടി മാത്രമായിരുന്നു, ദാവീദിന്റെ കയ്യിൽ ഒരു കവണ മാത്രം, ആ വിധവയുടെ വീട്ടിൽ അല്പം എണ്ണ മാത്രം, ബാലന്റെ കയ്യിലോ 5 അപ്പവും 2 മീനും. അവരെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയത് അവരുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വലിപ്പമല്ല, അവർ ദൈവത്തിന്റെ കൈകളിലേക്ക് എത്തിയതായിരുന്നു. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇതേ ചോദ്യങ്ങൾ മുഴങ്ങുന്നുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളിലാണോ? എനിക്ക് പണമില്ലല്ലോ, എന്നെ ആരും സഹായിക്കാനില്ലല്ലോ, എനിക്ക് വലിയ കഴിവൊന്നുമില്ലല്ലോ, എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? നിനക്കുള്ളത് എന്താണ്? നിനക്ക് 1 മണിക്കൂർ സമയമുണ്ടോ? നിങ്ങൾക്ക് ചെറിയൊരു വിശ്വാസമുണ്ടോ? ചെറിയൊരു പ്രാർത്ഥനയുണ്ടോ? ചെറിയൊരു മനസ്സുണ്ടോ? അത് ദൈവത്തിന് അത് മതി. കാരണം സ്വർഗം വലിപ്പമല്ല നോക്കുന്നത്, സമർപ്പണമാണ് നോക്കുന്നത്. പ്രിയ ദൈവപൈതലേ, ഇവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത് അപ്പത്തിന്റെ ശക്തി കൊണ്ടല്ല, യേശുവിന്റെ കൈകളുടെ ശക്തി കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നാളെയെ നിർമ്മിക്കുന്നത് നിങ്ങളുടെ കഴിവല്ല, ദൈവത്തിന്റെ കരങ്ങളാണെന്ന് ഈ പ്രഭാത സമയം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിത്ത് വിതയ്ക്കുക, മഴ പെയ്യിപ്പിക്കുന്നത് ദൈവത്തിന്റെ കാര്യമാണ്. നിങ്ങൾ വിശ്വസ്തനായിരിക്കുക, ഫലം കൊടുക്കുന്നത് ദൈവമാണ്. നിങ്ങൾ വിശ്വസ്തയോടെ നടക്കുക, വഴി തുറക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഭയമല്ല, വിശ്വാസം തെരഞ്ഞെടുക്കുക. ഇത് ഈ പ്രഭാത സമയം നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ കുറവുകളെ നോക്കുന്നത് അവസാനിപ്പിക്കൂ. ദൈവം അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. ദൈവം ചെറിയ വിത്തുക്കളെ വലിയ വിളവാക്കി മാറ്റുന്ന ദൈവമാണ്. ആ മരുഭൂമിയിൽ മന്ന പെയ്യിച്ച ദൈവമാണ്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ തുടക്കങ്ങളെ ദൈവം ലജ്ജിപ്പിക്കത്തില്ല. നിങ്ങളുടെ കണ്ണുനീർ അവൻ വെറുതെ ആക്കി കളയത്തില്ല. അതിന് ദൈവം ഒരു മാന്യത തരും. നിങ്ങളുടെ അനുസരണം വലിയ അനുഗ്രഹങ്ങളിലേക്ക് വഴിയൊരുക്കും. നിങ്ങൾ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നാളെ ആ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പോരായ്മകളെ മാറ്റി അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം ഇന്നും ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൈകളിലുള്ള ചെറിയ കാര്യങ്ങളെ നിന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭയത്തിന് പകരം വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, സമ്മർദ്ദത്തിനു പകരം സമാധാനത്തെ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലിയിലും ശുശ്രൂഷയിലും നിന്റെ അത്ഭുതകരമായ കരങ്ങളെ ഒന്ന് പ്രവർത്തിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി
കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.